ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസ് നെവിനെ പുറത്താക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ നെവിനെ പുറത്താക്കുന്നത്. നെവിനെ ഇന്ന് രാത്രിയായിട്ട് പുറത്താക്കും, അതായത് ശനിയാഴ്ച രാത്രിയായിട്ട് പുറത്താക്കും എന്നുള്ള രീതിയിലാണ് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ മറ്റേ പ്രൊമോയിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്തായാലും എവിക്ഷൻ ഉണ്ടല്ലോ അല്ലേ, ഇന്ന് എവിക്റ്റായിട്ട് പോയില്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കും, കാരണം ദിസ് ഈസ് മൈ സ്പേസ്. ലാലേട്ടൻ്റെ സ്പേസാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ എവിക്റ്റായിട്ട് പോയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്തത്, ആളുകളുടെ വോട്ട് കിട്ടാത്തത് കൊണ്ട് നെവിൻ എന്ന കണ്ടസ്റ്റൻറ്റ് പുറത്തായി പോയില്ലെങ്കിൽ ലാലേട്ടൻ എന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെ പുറത്താക്കും? കുത്തിന് പിടിച്ച് വളരെ ഡ്രമാറ്റിക്കായി ചീത്ത പറഞ്ഞ് അവനെ ഇമോഷണലാക്കി, അല്ലെങ്കിൽ അവനെ പ്രകോപിപ്പിച്ച് അങ്ങനെ ഡ്രമാറ്റിക്കാക്കി റേറ്റിംഗ് കൂട്ടി അങ്ങനെ പുറത്താക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ലാലേട്ടനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഡയറക്റ്റായിട്ട് പുറത്താക്കാൻ പറ്റുമോ? അതായത് നോർമലായ രീതിയിൽ എവിക്റ്റായിട്ട് പോയില്ലെങ്കിൽ, ആളുകളുടെ ഇഷ്ടം ഇല്ലാതെ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തായി പോവുകയാണെങ്കിൽ, വോട്ട് കിട്ടാണ്ട് പുറത്തായി പോവുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത്, ലാലേട്ടനെ പുറത്താക്കാനുള്ള അധികാരമുണ്ടോ ഗൈസ് ലാലേട്ടൻ്റെ സ്പേസിൽ നിന്ന്? ആണോ? അത് ശരി, അങ്ങനെയാണോ സംഭവം? ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ, ആളുകൾക്ക്, അതായത് ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ പോയിട്ടില്ലെങ്കിൽ ലാലേട്ടൻ പുറത്താക്കും എന്നാണ് ഗൈസ്. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ലോജിക്ക് അങ്ങനെയാണെങ്കിൽ നന്നായല്ലോ. ലാലേട്ടന് ഇപ്പോൾ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ലാലേട്ടനെ പിടിച്ചാണ് പുറത്താക്കുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ ബിഗ് ബോസിൻ്റെ ആവശ്യമില്ല. ലാലേട്ടൻ തന്നെ ഒരാൾക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. ലാലേട്ടനെ ഏറ്റവും സൂചിപ്പിക്കുന്ന ഒരാളെ ലാലേട്ടൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്തോട്ടെ ബിഗ് ബോസിന്. ബിഗ് ബോസ് മോഹൻലാൽ എന്ന് ഞാനിതാ സജസ്റ്റ് ചെയ്യുന്നു, ഇന്ന ആളെ ബിഗ് ബോസ് ഇന്ന് പുറത്താക്കണം, ഇന്ന ആളെ ബിഗ് ബോസിൻ്റെ ടോപ്പ് 5 എത്തിക്കണം എന്ന്. പിന്നെ ഈ ടാസ്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ലാലേട്ടൻ മതി. ഞാൻ ലാലേട്ടനെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ഞാൻ പറയണത് ഹീസ് എൻ ആങ്കർ. മൂപ്പർ അവിടുത്തെ ആങ്കറാണ് അല്ലേ? അവിടുത്തെ ഓഡിയൻസുമായിട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ലാലേട്ടൻ്റെ പവർ, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് മോഹൻലാൽ അല്ലേ ലാലേട്ടൻ. എന്തായാലും ലാലേട്ടൻ അവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. യോജിക്കുന്നില്ല എന്നല്ല കേട്ടോ, എവിക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കേണ്ടതെന്ന്. എന്ത് തീരുമാനം എടുക്കുക? പുറത്താക്കുന്നതാണെങ്കിൽ അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. ഇനിയിപ്പോൾ ലാലേട്ടൻ അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പണിഷ്മെൻറ്റിന് അർഹരായ വേറെയും കുറേ ആളുകൾ അവിടെ ഉണ്ട്. അനുമോൾക്കും പണിഷ്മെൻറ്റ് കൊടുക്കണ്ടേ? അനുമോളും വെള്ളം എൻ്റെ മേത്താക്കിയതല്ലേ, മേത്ത് കൂടെ ഒഴിക്കുക ചെയ്തത്, തളിക്കും കൂടിയല്ല, ഒഴിച്ചതല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നെവിൻ അവളുടെ മേത്ത് കൂടെ അല്ല വെള്ളം ഒഴിച്ചത്, ബെഡിലാണ് ഒഴിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ അപ്പോഴും അയ്യോ, നമ്മുടെ കുറേ പൊടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഗൈസ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് അല്ലേ? ലേന്നോ? ആണ്. ഞാൻ കുറച്ചൊന്ന് പോയിന്റിലാണ് ലേ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഗൈസ്, എന്തൊക്കെ ചെയ്യാം. എന്തായാലും നന്നായിട്ടുണ്ട്. ബിഗ് ബോസ് ഇപ്പോൾ എന്തായാലും അതിൻ്റെ അവസാനത്തിലേക്ക് വരുന്തോറും സംഭവബഹുലമായ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഗൈസ് പോകുന്നത്. റേറ്റിംഗ് മുഖ്യം ബിഗിലെ, അതിന് നല്ല രീതിയിൽ ഡ്രാമ അവിടെ വേണം. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്തേക്കുള്ള നാടകീയതയാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ പൊതുവേ നടക്കുക. അതിലും നാടകീയതയാണ് ഇപ്പോൾ ലാലേട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് കോടികൾ വാരും ഈ ശനിയും ഞായർ എപ്പിസോഡ് വഴി. അതുമാത്രമല്ല മറ്റേ ഇനിയുള്ള ആഴ്ചകളിലും. നെവിനെ അവിടുന്ന് പുറത്താക്കിയുള്ള അവസ്ഥ എന്ന് ആലോചിച്ചോ ഗൈസ്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് അവിടുന്ന് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനുമോള് ഭയങ്കര പവർഫുള്ളായ ഒരാളായിട്ട് മാറും. അനുമോളെ എന്തെങ്കിലും ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുമോളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്താവാനുള്ള സാധ്യത ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ സംഭവം ശരിയാണ്, ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ആളുകളെ പുറത്താക്കണം എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. അത് ബിഗ് ബോസ് അല്ലേ തീരുമാനിക്കേണ്ടത്? മോഹൻലാലാണോ ലാലേട്ടനാണോ? ഇത് എൻ്റെ സംശയങ്ങളാട്ടോ. ഞാൻ ലാലേട്ടനെ കുത്തി പറയണതല്ല. ലാലേട്ടൻ ഒരു ആങ്കർ അല്ലേ? അതിപ്പോൾ ലാലേട്ടനായാലും ശരി, അമിതാഭ് ബച്ചനായാലും ശരി, മമ്മൂട്ടി ആയാലും ശരി, സുരേഷ് ഗോപി ആയാലും ശരി, പൃഥ്വിരാജായാലും ശരി, ഞാനായാലും ശരി, ആരായാലും ശരി, നിങ്ങളായാലും. എന്താണ് അവിടെ ആങ്കറിൻ്റെ ഒരു പവർ? എന്താണ് അതിൻ്റെ ആ പവറിനുള്ളൊരു ബൗണ്ടറി എന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല കേസ്. എന്തായാലും നെവിനെ പുറത്താക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഉള്ള കാര്യം പറയുമല്ലോ, അതിന് മാത്രം പ്രശ്നമൊന്നും ഓൻ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അവൻ ചെയ്തത് തോന്നിയാസാണ്, പക്ഷേ പുറത്താക്കാൻ മാത്രമുള്ള സാധനം ഉണ്ടാക്കിയോ എന്നാണ് അവിടുത്തെ ഒരു ഡൗട്ട്. എൻ്റെ ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. അവനെ പുറത്താക്കുകയാണെങ്കിൽ അനുമോളി പുറത്താക്കണം. ഡബിൾ മീനിങ്ങിൽ അവിടെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട്. ആദില, നൂറ, അനുമോള്. ആദിലയാണ് അതിൽ കൂടുതൽ.
ഡബിൾ മീനിങ്ങുള്ള വർത്താനമൊക്കെ ഉണ്ടല്ലോ. അതേപോലെ അങ്ങനെ കുറച്ച് ടീംസൊക്കെ ഉണ്ട് അവിടെ. എന്നാൽ അവരെയൊക്കെ പുറത്താക്കണമായിരുന്നു. ലക്ഷ്മീനെയൊക്കെ തുടക്കത്തിലേ പുറത്താക്കണമായിരുന്നു അല്ലേ. മസ്താനി അവരൊക്കെ പിന്നെ വിക്ഷനിൽ വന്നുകൊണ്ട് അങ്ങനെ പോയി. എന്നാലും ലക്ഷ്മിയൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മൾ ഈ ശാരീരികമായിട്ട് അല്ലെങ്കിൽ വെള്ളം തെളിക്കുക വെള്ളം ഒഴിക്കുക ഈ സാധനം മാത്രമല്ലല്ലോ. ഈ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് ഇതൊക്കെ ഹെൽത്തിൻ്റെ ഭാഗമല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ മെൻ്റൽ ഹെൽത്തിനെ പേഴ്സണലി ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന രീതിയിൽ അവിടെ പലരും ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണത് മാത്രമല്ല വയലൻസ് എന്ന് പറയുക, അതാണ് എൻ്റെ പോയിൻറ്റ്. അത് മാത്രമാണ് വയലൻസ്. ഒരാളുടെ ഇമോഷനെ എതിരെ നടത്തുന്ന കാര്യങ്ങളും വയലൻസ് അല്ലേ. ഒരാളുടെ മെൻ്റൽ ഹെൽത്തിനെ, ഇമോഷണൽ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന സംഗതികൾ ഇതൊക്കെ വയലൻസിൻ്റെ പരിധിയിൽ പെടും അല്ലേ. അപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള ആളുകൾ നെവിൻ മാത്രമാണോ എന്നാണ് ഗൈസ് എൻ്റെ ഒരു ഡൗട്ട്. നിങ്ങൾ PR ടീംസ് ആണെങ്കിൽ ഞാൻ പറയണത് ഒന്നും നിങ്ങളുടെ മണ്ടയിൽ കൂടെ കയറില്ല, നിങ്ങൾ കയറിയാലും എടുക്കില്ല. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒന്നും പണയം വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയണത് ഒന്ന് മൈൻഡിൽ കയറ്റി ഒന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യുമെന്നാണ് ഗൈസ് ഞാൻ വിചാരിക്കണത്. ഞാനെന്തായാലും നെവിൻ്റെ PR അല്ല. എനിക്ക് നെവിനെ, അനുമോളെയും അനീഷിനെയും അവിടെ ഗെയിം കളിക്കണ ആളുകളെയൊക്കെ ഇഷ്ടമാണ്. ഒരു സാധാരണ ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണത്. അത്രേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും, ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റൂല. ഞാൻ ഇങ്ങനെയാണെങ്കിലോ ഇങ്ങനെ ആയില്ലെങ്കിലോ അതപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിലോ ഇതെന്താ അതിങ്ങനെ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളും എൻ്റെ കുറച്ച് ആകുലത, വ്യാകുലത, കൺസേൺസൊക്കെയാണ് ഗൈസ് ഇവിടെ വീഡിയോസിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.